ഹലോ ഡിയേഴ്സ്, ഇന്നും മൈസൂർ യാത്രയുടെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. ബന്ദിപ്പൂരിൽ നിന്ന് നേരെ മൈസൂരിലേക്കാണ് വന്നത്. അവിടെ ഇടക്ക് വെച്ച് 10 മണിയാവുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതിനുശേഷം ഒരു 11 മണിയാവുന്നതോടുകൂടി ഞങ്ങൾ മൈസൂർ ടൗണിൽ എത്തിയിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ കയറി ഒന്ന് ഫ്രഷ് ആയ ശേഷം മൈസൂർ സൂ കാണുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഏകദേശം 12 മണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ സൂ കാണാൻ ഇറങ്ങിയപ്പോ. മൈസൂരിൽ എത്തിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് ശ്രീ രാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നറിയപ്പെടുന്ന മൈസൂർ സൂവിലേക്കാണ് കേട്ടോ. ചൊവ്വാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇതിന്റെ പ്രവർത്തന സമയം. പിന്നെ ഇതിന്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൽറ്റിന് 100 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയും ബിലോ 5 ഇയേഴ്സിന് ഫ്രീ എൻട്രിയുമാണ്. സൂവിന്റെ അടുത്ത് തന്നെ ഒരു വിശാലമായ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്കിംഗ് ഫീ ഈടാക്കുന്നുണ്ട്. കാറിന് 70 രൂപയാണ് കേട്ടോ പാർക്കിംഗ് ഫീ ഈടാക്കുന്നത്. ഇത് കർണാടക സ്റ്റേറ്റിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന സുവോളജിക്കൽ ഗാർഡനിന്റെയും ആനിമൽ പാർക്കിന്റെയും കൂടി ഒരു സംയോജനമാണ്. മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് ഏകദേശം 700 മീറ്റർ അകലെ 157 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതുമായ ഒരു മൃഗശാലയാണ്. മൈസൂരിലെ 23ാമത്തെ മഹാരാജാവായിരുന്ന ചാമരാജ വാഡിയാർ 10ാമന്റെ സ്വകാര്യ മൃഗശാലയിൽ നിന്നാണ് ഈ ഒരു മൈസൂർ മൃഗശാല സൃഷ്ടിക്കപ്പെട്ടത്. ആദ്യകാലത്ത് ഇതിനെ പാലസ് സൂ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് രാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഈ മൃഗശാല 25 രാജ്യങ്ങളിൽ നിന്നുള്ള 1450 ഇനം മൃഗങ്ങൾക്കും അതുപോലെ തന്നെ 168 ഇനം പക്ഷികൾക്കും പേരുകേട്ടതാണ്. പിന്നെയുണ്ടല്ലോ, ഞങ്ങൾ പോയത് 12 മണി കഴിഞ്ഞപ്പോഴേക്കും ആയിരുന്നു കേട്ടോ ഇവിടെ കയറിയത്. അപ്പോ ആ ഒരു സമയത്ത്, ആ ഒരു ഉച്ചയ്ക്കുള്ള സമയത്തൊക്കെ മൃഗങ്ങളൊക്കെ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആക്റ്റീവായിട്ട് അവരെ നമുക്ക് കാണാൻ സാധിച്ചില്ല. എല്ലാവരും ടയേർഡായിട്ട് കിടക്കുന്ന രീതിയിലായിരുന്നു കൂടുതലും മൃഗങ്ങളെ ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പോകാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലത്തെ ആ 8:30 മണി മുതൽ ഒരു 11 മണി വരെയൊക്കെയാണ് കേട്ടോ. അതുപോലെ വൈകിട്ട് ഒരു 3 മണി തൊട്ട് 5:30 മണി വരെയുള്ള സമയത്തും ഇവിടെ മൃഗങ്ങൾ നല്ല ആക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട്.
കടുവകൾ, സിംഹങ്ങൾ, ജാഗ്വറുകൾ, ജിറാഫ്, സീബ്ര, പുള്ളിപ്പുലികൾ, കണ്ടാമൃഗങ്ങൾ, പക്ഷികൾ, ആനകൾ, ഹിപ്പോപ്പൊട്ടാമസ്, പാമ്പുകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആനിമൽസ് ഇവിടെയുണ്ട്. കാണുന്നത് അനാക്കോണ്ടയാണ്. പാമ്പുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. കിങ് കോബ്ര, കോബ്ര, വൈപ്പർ, അനാക്കോണ്ട, അങ്ങനെ പല ഇനം പാമ്പുകളും ഇവിടെയുണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഈ ഒരു സൂ ഒക്കെ ചുറ്റി നടന്ന് കണ്ട് വന്നപ്പോഴേക്കും ഒരു 2:30 മണിയായിട്ടുണ്ട് കേട്ടോ. 2:30 മണിയായപ്പോഴാണ് ഞങ്ങൾ സൂവിൽ നിന്ന് പുറത്തിറങ്ങിയത്. പിന്നീടാണ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചത്. ലഞ്ച് കഴിച്ച ശേഷം നേരെ റൂമിലേക്ക് പോയി. പിന്നെ നല്ലൊരു റെസ്റ്റ് ആയിരുന്നു എടുത്തത്. രാത്രിയിലത്തെ ഉറക്കം നിന്നതും പിന്നെ അതുപോലെ സൂവിൽ നടന്നതിന്റെ ആ ഒരു ക്ഷീണം ഒക്കെ മാറ്റിയത് ആ ഒരു ഫുൾ ഡേ റെസ്റ്റ് എടുത്തിട്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങള് വേറെ അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണേ. ബാക്കിയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.